ചേരുകയാണ്. അശ്വിൻ, ഒരുപാട് ഓർമ്മകൾ ബാക്കിയാകുന്ന ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഒരു വലിയ കാലഘട്ടത്തിൻ്റെ തിരശ്ശീല വീണ് കഴിയുമ്പോൾ ആ വീട് അരങ്ങൊഴിഞ്ഞതുപോലെയുള്ളൊരു ഫീൽ അവിടെയുണ്ടോ? എസ്കേൻ, തീർച്ചയായും കാലത്തിനും ചരിത്രത്തിനും സാക്ഷിയായ വേലിക്കകത്ത് വീട്ടിലാണിപ്പോൾ നമ്മളുള്ളത്. ഇന്നലെ ഒരു പൂഴിമണൽ താഴെ വീണാൽ അറിയാൻ കഴിയാത്തത്ര ജനത്തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ്. അത്രത്തോളം ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയ വീടാണ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ഇപ്പോഴിതാ വിജനമാണ്, നിശ്ചലമാണ്, ആരുമില്ല. ഇന്നലെ പല നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്നെത്തിയ ആളുകളെല്ലാം ഇവിടേക്കാണ് അത് ഒഴുകിയെത്തിയത്. ഇന്നലെ VS അന്ത്യനിദ്ര കൊണ്ട വീടിന് മുന്നിൽ അവസാനമായി കിടന്ന സ്ഥലങ്ങളെല്ലാം ഇതാ അവിടെയുണ്ട്. ഇന്നലെ ഇവിടേക്ക് ആളുകൾ എങ്ങനെ ഒഴുകിയെത്തിയെന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ വികാരം എന്തായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. VS-നെ സംബന്ധിച്ച്, ആലപ്പുഴയെ സംബന്ധിച്ച്, ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് പോലും ഈ വേലിക്കകത്ത് വീട് എന്ന് പറയുന്നത് അത്രത്തോളം ഏറ്റവും അടുപ്പമുള്ളതാണ്. VS-ൻ്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ നിലപാടുകളെല്ലാം തന്നെ പരുവപ്പെട്ടു വന്ന ഒരു ഇടം എന്ന് തന്നെ ഈ വേലിക്കകത്ത് വീടിനെ നമുക്ക് പറയാം. VS-ന് ഈ വീടിനോട് ചേർന്നുള്ളൊരു ഓഫീസുണ്ട്. ആ ഓഫീസിന് മുന്നിലൊക്കെ അദ്ദേഹം എത്രയോ തവണ മാധ്യമങ്ങളെ കണ്ടതാണ്. എത്ര പാവങ്ങളെ സേവിച്ചതാണ്, എത്ര ആളുകൾക്ക് അഭയമായതാണ് ഈ ഇടം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. അത് ഇവിടെയൊക്കെ ഒരുപക്ഷെ എന്നല്ല, VS ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഈ വരാന്തകളിലൊക്കെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇങ്ങനെ നേരത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടി VS-നെ കാണാൻ എത്തിയതാണ്. ആ മണ്ണിൽ ഇന്നലെ VS അവസാനമായി എത്തി, നിദ്രയേറ്റ് നിശ്ചലനായി കിടന്നു. ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി. അവിടെ നിന്ന് VS ഒരു ഓർമ്മയായി മാറുമ്പോൾ ഒരുപക്ഷെ ഈ വേലിക്കകത്ത് വീട് ഇന്ന് നിശബ്ദമാണ്. സ്കേൻ, ഇനി അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഇല്ലാത്ത കാലത്തിലേക്കാണ് ഒരു മടങ്ങിപ്പോക്ക് എന്നുള്ള, അത് ഉൾക്കൊള്ളാൻ ഈ നാടിനാവുമോ, ഈ വേലിക്കകത്ത് വീടിന് ആകുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പാർട്ടിയുടെ പിന്നീട് വിശ്രമ ജീവിതത്തിലുമൊക്കെ അദ്ദേഹം ഈ ഓഫീസിൽ സജീവമായിരുന്നു. ഇന്നത് അടഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ ആ സമയം ഈ ഓഫീസ് തുറന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ആ ഓഫീസിനുള്ളിലുണ്ട്. നൂറുകണക്കിന് അദ്ദേഹത്തിന് കിട്ടിയ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാം അവിടെ ഇപ്പോഴും അത് അടുക്കി വെച്ചിട്ടുണ്ട്. അത് ഫലകങ്ങളായും മറ്റ് പല ഉപഹാരങ്ങളായും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വീട്, പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായ വീട്, അതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങളൊക്കെ മറ്റ് കുടുംബ വീട്ടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആഴിക്കുട്ടി എന്ന് പറഞ്ഞ സഹോദരി ഈ വീടിൻ്റെ സമീപത്ത് വെന്തലത്ര തറവാട്ട് വീട്ടിലുണ്ട്. അവിടെയാണ് VS ജനിക്കുന്നത്. അത് ഈ വീടിൻ്റെ സമീപത്താണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഇപ്പോൾ വളരെ മോശം ആരോഗ്യാവസ്ഥയിലാണ്. VS മരിച്ച വിവരം കഴിഞ്ഞ ദിവസം അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യാവസ്ഥയിലായിരുന്നില്ല ആഴിക്കുട്ടി എന്നുള്ളതാണ് ബന്ധുക്കളുമൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. VS-ൻ്റെ ചിത്രമൊക്കെ മൊബൈലിൽ കാണിച്ചു കൊടുത്തു, ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്ത് പറയാൻ ശ്രമിച്ചെങ്കിലും ആഴിക്കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതായത് VS ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം സഹോദരിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് SK നമ്മൾ കുടുംബാംഗങ്ങളുമൊക്കെയായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കിടപ്പിലാണ്, വന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു സഹോദരി ഉണ്ടായിരുന്നത്. എന്തായാലും VS എന്ന ആ ഒരു ചിന്താരകം ഇനി ഓർമ്മയാണ്. അത് മണ്ണോടണിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ മനസ്സിൽ അത് തുടരും. ഇപ്പോൾ ഇതാ വേലിക്കകത്ത് വീടും വിജനമായി ഇരിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് ഇവരെ